ആദ്യം പോകുന്നത് ശബരിമല സന്നിധാനത്തേക്കാണ്. പ്രതിഷ്ഠാ ദിനമാണിന്ന്. ശബരീശനെ വണങ്ങി ഭക്തസഹസ്രങ്ങൾ. ഈ ദിനം ഭഗവാനെ തൊഴാൻ കഴിയുന്നത് ഏറെ പുണ്യമെന്ന് ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. അതിനാൽ അന്യദേശങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ഭഗവാനെ ദർശിക്കാനെത്തുന്നതെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ശബരിമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. പ്രതിഷ്ഠാ ദിനമാണ്. ഇടവ മാസത്തിലെ അത്തം ദിനത്തിലാണ് ഈ പ്രതിഷ്ഠാ ദിനം നടക്കുക. എന്തായാലും പ്രതിഷ്ഠാ ദിന വിശേഷങ്ങളുമായി മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നമുക്കൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ? എങ്ങനെയാണ്? ശരണം അയ്യപ്പ. നമ്മുടെ ദേവൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ദിനമാണ്. അതുപോലെ ഉത്സവകാലം, മറ്റ് മണ്ഡലകാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും വിശേഷാലായിട്ട് നമ്മൾ ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് പ്രതിഷ്ഠാ ദിനം. ഭഗവാന് വിശേഷാൽ പൂജകളെ കൊണ്ടും അഭിഷേകങ്ങളെ കൊണ്ടും നാളെ ഭഗവാന് പ്രത്യേക പൂജകളൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ ആ അനുഗ്രഹം എല്ലാ മനുഷ്യരിലും എത്തിച്ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വിശേഷ ദിവസം ഇവിടെ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന് അദ്ദേഹത്തെ ദർശിക്കാനും അവിടുത്തെ അനുഗ്രഹിക്കാനും ഒക്കെ കിട്ടിയത് എല്ലാവർക്കും വളരെ ഒരു അനുഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഇന്നത്തെ ഒരു ദിവസം ഭഗവാന് മുന്നിലേക്ക് എത്തുക എന്നത് ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ്. അന്യ സംസ്ഥാനങ്ങളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു തിരക്ക് നമുക്കിവിടെ ദർശിക്കാനാകുന്നില്ല. തീർച്ചയായും ഈ പ്രതിഷ്ഠാ ദിനോത്സവം എന്ന് പറയുന്നത് ഭഗവാന്റെ എല്ലാവരും വന്ന് ദർശിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾക്ക് പ്രകൃതിയുടെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഒരല്പം ആൾക്കാരൊക്കെ കുറയുന്നുണ്ട്. എന്നാലും അതൊന്നും വകവെക്കാതെ എല്ലാവരും ഭഗവത് ദർശനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. സ്വാമി ശരണം. തീർച്ചയായും ഇന്നലെ നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും അതിന് സമാനമായുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം. അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, ഇതൊരു വലിയ പുണ്യദിനമായി എല്ലാവരും കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആളുകൾ ദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? തിരക്ക് എങ്ങനെയാണ്? വീണ, ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ ഒരു ഭക്തജന പ്രവാഹമുണ്ടായിരുന്നു. ആ ഒരു തിരക്കിന് ഇന്നൊരു നേരിയ കുറവുണ്ട്. ഇന്നലെ 3500-ലധികം ഭക്തരായിരുന്നു സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയിരുന്നത്. ഇന്നും അതിന് സമാനമായുള്ള ഒരു തിരക്കാണ് ഉണ്ടാകുന്നത്. നേരത്തെ ശബരിമല മേൽശാന്തി പറഞ്ഞതുപോലെ തന്നെ ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത്. ഭഗവാനെ ഇന്ന് ദർശിക്കുക, ഭഗവാന്റെ മുന്നിലേക്ക് ഈ പ്രതിഷ്ഠാ ദിനത്തിൽ എത്തുക എന്നത് ഏറെ ശ്രേഷ്ഠമാണ്, ഏറെ പുണ്യമാണ്, ഏറെ പാവനമാണ് എന്നാണ് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ, മലയാളികളും അന്യ സംസ്ഥാനത്തുള്ള ഭക്തരും ഒക്കെ തന്നെ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരക്കിന് നേരിയ ഒരു കുറവുണ്ട്. എന്തായാലും പുലർച്ചെ നട തുറന്ന ആ ഒരു സമയം മുതൽ തന്നെ ഒരു വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. നെയ്യഭിഷേകം നടത്തുവാനടക്കം ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഏതായാലും ആ ഒരു തിരക്കിന് ഇപ്പോൾ നേരിയ ഒരു കുറവുണ്ട്. ഇന്ന് വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി 9:50 ഈ നട അടയ്ക്കുക. പ്രതിഷ്ഠാദിന പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. എന്തായാലും ഈ ഒരു പുണ്യ ദിനത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനത്തിൽ അയ്യപ്പന് മുന്നിലേക്ക് എത്തിയ ഒരു കുഞ്ഞയ്യപ്പനുണ്ട്. അയ്യന് മുന്നിൽ ആദ്യ അന്നം കഴിക്കാനെത്തിയ ഒരു കുഞ്ഞാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്, തിരുവില്ലാമല സ്വദേശം. ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തതാണ്. അയ്യപ്പൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിന് അന്നദാനം കൊടുക്കാൻ, അതായത് ചോറൂണ് എന്ന് പറയും, അതിനു വേണ്ടി വന്നതാണ്. വലിയൊരു പുണ്യമാണ് ഇന്നത്തെ ഈ ഒരു ദർശനമാണ്. ഇന്ന് അയ്യപ്പൻ്റെ പിറന്നാൾ ദിവസം തന്നെ നമുക്ക് കുഞ്ഞിന് അന്നം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒന്നാമത്തെ അന്നദാന പ്രഭുവാണ് അയ്യപ്പൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ വർഷവും വരാറുണ്ടോ? എങ്ങനെയാണ്? എല്ലാ വർഷവും ഞങ്ങൾ സീസണിലും വരാറുണ്ട്, അല്ലാതെയും വരാറുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഫാമിലി ആയിട്ടാണ്. വൈഫും മോനും നമ്മുടെ ഒരു സുഹൃത്തും പമ്പയിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ 3 പേരുമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു അന്നദാന പ്രഭുവാണ്. ആ ഒരു ദിവസം തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ ഇവിടേക്ക് എത്തി കുഞ്ഞിന് അന്നദാനം കൊടുക്കുക. ഇനി അല്പസമയങ്ങളിൽ അന്നദാന ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങും. ആ ഒരു കാര്യം തന്നെയല്ലേ ഏറ്റവും വലിയ പുണ്യമായ ദിനമല്ലേ ഇന്ന്? അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം നമുക്ക് കിട്ടാനും പോകുന്നത്. വളരെ സന്തോഷം.
എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നത്? വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഏപ്രിൽ 17 വന്നിരുന്നു. എൻ്റെ ഇത് 20ാമത്തെ മലയാണ്. അപ്പോൾ 20ാമത്തെ മലയിൽ ഇതുപോലെ ഒരു പ്രതിഷ്ഠാദിനത്തിൽ ചോറൂണിന് സുഹൃത്തിൻ്റെ മക്കൾ കൊണ്ടുവന്ന്, എനിക്ക് ടിൻസാണല്ലോ, അവരെ ഇവിടെയാണ് ചോറ് കൊടുത്തത് 3.5 വയസ്സിൽ. വളരെ സന്തോഷമുണ്ട്. മഴ മാറുന്നൊരു അന്തരീക്ഷം ഭഗവാന്റെ സഹായം കൊണ്ട്. ഇത്രയും ദിവസം മഴയായിരുന്നല്ലോ, അപ്പോൾ മഴയൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ മുതലേ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ശുഭകരമായിട്ടുള്ള നല്ലൊരു ദിവസം. സന്തോഷം. തീർച്ചയായും ഈ അന്നദാനത്തിലടക്കം പങ്കെടുത്തുകൊണ്ടാണ് ഭക്തരൊക്കെ തന്നെയും ഇവിടെ നിന്ന് മടങ്ങുക. എന്തായാലും അല്പസമയത്തിൽ ചോറൂണ് ചടങ്ങുകളൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ മാറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ടയിൽ വലിയ രീതിയിലുള്ള കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ആശങ്ക തന്നെയായിരുന്നു. എന്തായാലും മുൻകരുതൽ നടപടികളൊക്കെ തന്നെ എടുത്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷ്ഠാ ദിനത്തിൽ നട തുറക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്, ഭക്തർക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. വീണ. ഓക്കെ, ശരി അരുൺ. ഏതായാലും തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രതിഷ്ഠാ ദിനമാണ്, പുണ്യദിനമാണ്.